ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണ്. ഒപ്പം നല്ല ചൂടും സ്വല്പം എരിയും പുളിയും ഉപ്പും മധുരവും ഒക്കെയുള്ള പച്ചമാങ്ങ ജ്യൂസ് കുടിച്ചാലോ? ഇവിടെ ചെറിയൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിന് വേണ്ടി ചെറിയൊരു കഷ്ണം പച്ചമുളക്. ഇതിന് പകരം നമുക്കൊരു കാന്താരി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് പുതിനയിലയാണ്. പുതിനയില 1-2 ഇല ഇടാവുന്നതാണ്. താല്പര്യമുള്ളത് കൂടുതലിടാം. ഈ പുതിനയില ഇട്ട് കഴിയുമ്പോൾ നല്ല രുചിയാണ്, ഒപ്പം കളറും കിട്ടും. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. പുളി ഉണ്ടെങ്കിൽ അവസാനം നോക്കിയിട്ട് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടെ പച്ചമാങ്ങ ചെറുതായിട്ട് പൂളി എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ തൊലി കളയാതെയാണ് ഇടുന്നത്. തൊലി കളയാതെ ഇടുമ്പോഴാണ് മാങ്ങ ജ്യൂസിന് രുചി വരുന്നതും മാങ്ങ ജ്യൂസിന് നിറം കിട്ടുന്നതും. കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങയാണെങ്കിൽ നന്നായിട്ട് കഴുകി മാത്രമേ എടുക്കാവൂ. ഇനി നമ്മൾ എടുത്തു വെച്ച ചെറിയൊരു കഷ്ണം പച്ചമുളക്, ഒരുപാട് ഇട്ടാൽ എരി കൂടും. പിന്നെ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി, പിന്നെ പുതിന, മിനിമം നമ്മൾ 2 ഇടണം. പിന്നെ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ആദ്യം ഇതിനെ മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. നമ്മൾ പുതിനയിലയും മാങ്ങയുടെ തൊലി കളയായിട്ടുകൊണ്ടാണ് മാങ്ങ ജ്യൂസിന് ഇത്ര നിറം കിട്ടിയത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 3-4 ഐസ് ക്യൂബും ഇട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി അടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ അരിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ പുളി നമ്മൾ നോക്കിയിട്ട് പുളി കൂടുതലുണ്ടെങ്കിൽ ശകലം കൂടെ വെള്ളം ചേർക്കാം. അതുപോലെ മധുരം കുറവാണെങ്കിൽ ശകലം പഞ്ചസാരയോടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കണം. ഇനി നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ് ഇട്ട് അതിലേക്ക് നന്നായി അരിച്ചൊഴിച്ച് തണുപ്പോട് കൂടി കുടിക്കാം. അപ്പോൾ ഈ പച്ചമാങ്ങയുടെ സീസണിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി രുചിയാണ്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. ഈ റെസിപ്പികൾ കൂടി കണ്ടു നോക്കൂ, താങ്കൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.